ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വിശദീകരണ പൊതുയോഗം നടത്തുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പഞ്ചായത്തിലെ 12 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് എന്ന പേരിൽ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലാന്റിന് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തന ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം സെക്രട്ടറിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണസമിതി പ്ലാന്റിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും CPIM നേതാക്കളുടെയും ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി നിന്നാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നത്. CPIM പ്രവർത്തകരും ആക്ഷൻ കൗൺസിലിനോടൊപ്പമുണ്ട്. 3000 പേർ ഒപ്പിട്ട പരാതികളും നിവേദനങ്ങളും പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും വിവിധ വകുപ്പുകൾക്കുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട്. പ്ലാന്റിനെതിരെ 2 വർഷം മുൻപ് ആരംഭിച്ച സമരവും കോടതി വഴിയുള്ള നിയമ പോരാട്ടങ്ങളും തുടരുകയാണ്. പ്ലാന്റിലെ മാലിന്യങ്ങൾ ഉരുക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വായുവും ജലവും മലിനപ്പെടുത്തുമെന്നും അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇരട്ടത്താപ്പ് നയം തിരുത്തി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യരക്ഷാധികാരി CU അബൂബക്കർ, ചെയർമാൻ KM ഫലലുല്ല, കൺവീനർ സുഭാഷ് പാറപ്പുറം, എക്സിക്യൂട്ടീവ് അംഗം മുസ്തഫ കുറ്റിയിൽ എന്നിവർ പങ്കെടുത്തു. എല്ലുകൾ അല്ലെങ്കിൽ കോഴി മാലിന്യങ്ങൾ അത് ഉരുക്കാൻ വേണ്ടി അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുണ്ട്. ആ കെമിക്കലിന്റെ വെള്ളം മണ്ണിലേക്ക് വന്നാൽ കിണറുകൾ മലിനമാകും. കിണറ്റിലെ കുടിവെള്ളം മുഴുവൻ മലിനമാകുകയും രോഗാണുക്കൾ മണ്ണിലൂടെ സമൂഹത്തിലേക്ക് പടരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അന്തരീക്ഷവും വികൃതമാകും, മണ്ണും വികൃതമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത് രാജ്യത്ത് ജനങ്ങൾക്ക് അപകടമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ജനം സംഘടിച്ച് സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഈ സമരം നടത്തി ആയിരക്കണക്കിന് ആളുകൾ ഒപ്പിട്ടുള്ള മാസ് പെറ്റീഷൻ പഞ്ചായത്തിന് കൊടുത്തു, ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തു. ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ പറയേണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വളരെ തന്ത്രപൂർവ്വം ആരും അറിയാതെ ലൈസൻസ് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ആ സമരസമിതിയുടെ അഭിപ്രായങ്ങൾ സമൂഹത്തിന്റെ മധ്യത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പത്രസമ്മേളനം. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.